നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തമിഴ്നാട് നിയമസഭയിൽ വൻ ഭൂരിപക്ഷത്തിൽ വിശ്വാസ വോട്ട് നേടി വിജയ് സർക്കാർ. സഭയിലെ 144 MLA-മാരുടെ പിന്തുണയോടെയാണ് TVK സർക്കാർ ഭൂരിപക്ഷം ഉറപ്പാക്കിയത്. TVKയുടെയും സഖ്യകക്ഷികളുടെയും 120 വോട്ടുകൾക്ക് പുറമെ AIADMKയിലെ വിമത വിഭാഗത്തിന്റെ പിന്തുണ കൂടി സർക്കാരിന് ലഭിച്ചു. 22 പേർ സർക്കാരിനെതിരെ വോട്ട് ചെയ്തപ്പോൾ 5 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കോൺഗ്രസ്, CPI, CPM, VCK, IUML എന്നീ പാർട്ടികൾ വിജയ് സർക്കാരിന് പിന്തുണ അറിയിച്ചു. AMMKയിൽ നിന്ന് പുറത്താക്കപ്പെട്ട MLA കാമരാജും TVKയ്ക്ക് പിന്തുണ നൽകി. വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK MLA-മാർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. AIADMK പിളരുന്ന കാഴ്ചയാണ് വോട്ടെടുപ്പ് സമയത്ത് കണ്ടത്. പാർട്ടി വിപ്പ് ലംഘിച്ച് SP വേലുമണിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം സർക്കാരിന് അനുകൂലമായി നിലപാടെടുത്തപ്പോൾ എടപ്പാടി പളനിസ്വാമി ഇതിനെ ശക്തമായി എതിർത്തു. MLA-മാരെ മന്ത്രിസ്ഥാനവും മറ്റു വാഗ്ദാനങ്ങളും നൽകി പ്രലോഭിപ്പിക്കുകയാണെന്ന് പളനിസ്വാമി ആരോപിച്ചു. സംസ്ഥാനത്ത് രാവിലത്തെ റെക്കോർഡ് കുതിപ്പിന് ശേഷം താഴേക്കിറങ്ങി സ്വർണ്ണവില. ഗ്രാമിന് 540 രൂപയും പവന് 4320 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന് 14,850 രൂപയിലും പവന് 1,18,800 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതേസമയം 18 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 405 രൂപ കുറഞ്ഞ് 12,235 രൂപയിലെത്തി. ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തിയതിന് പിന്നാലെ സംസ്ഥാനത്ത് രാവിലെ സ്വർണ്ണവില ഗ്രാമിന് ഒറ്റയടിക്ക് 1,275 രൂപയും പവന് 10,200 രൂപയും കുതിച്ചുയർന്നിരുന്നു. കേരളത്തിൽ ഒറ്റ ദിവസത്തിൽ ഇത്രയും വില കൂടുന്നത് ആദ്യമായാണ്. അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില താഴേക്കാണ്. രാജ്യാന്തര വിപണിയിൽ ഔൺസിന് $4,676 താഴ്ന്ന സ്വർണ്ണവില രാവിലെ $4,696 ഇറാൻ-US യുദ്ധത്തിന് പരിഹാരമാകാത്തതാണ് സ്വർണ്ണവിലയിലെ വീഴ്ചയ്ക്ക് കാരണം. ഏപ്രിൽ മെയ് മാസത്തിൽ വൻ കയറ്റിറക്കങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. മാർച്ച് മാസം അവസാനം 4 ദിവസത്തിനിടെ ഗ്രാമിന് 435 രൂപയും പവന് 3,480 രൂപയും വർദ്ധിച്ചിരുന്നു. മാർച്ച് 23-ന് 4 തവണ മാറിമറിഞ്ഞ സ്വർണ്ണവില 1 ലക്ഷത്തിന് താഴേക്ക് പോയിരുന്നെങ്കിലും വൈകിട്ടോടെ വീണ്ടും 1 ലക്ഷത്തിന് മുകളിലേക്ക് എത്തിയിരുന്നു. മുഖ്യമന്ത്രി ആരെന്നതിൽ ഇന്ന് പ്രഖ്യാപനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ചർച്ചകൾ പൂർത്തിയായെന്ന് പ്രതീക്ഷിക്കുന്നെന്നും അദ്ദേഹം പ്രതികരിച്ചു. എപ്പോഴാണ് പ്രഖ്യാപനം ഉണ്ടാവുക എന്ന് കൃത്യമായി പറയാനാകില്ല. സോണിയാഗാന്ധി ആശുപത്രിയിലായിരുന്നതിനാൽ ചെറിയ താമസമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരള മുഖ്യമന്ത്രി ആരെന്നറിയാൻ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല ക്യാമ്പുകൾ ആകാംക്ഷയിലാണ്. ചൊവ്വാഴ്ച ഡൽഹിയിലേക്ക് വിളിപ്പിച്ച നേതാക്കളിൽ ഭൂരിഭാഗവും KC വേണുഗോപാലിനെയാണ് പിന്തുണച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിനാൽ KCക്ക് തന്നെയാണ് മുഖ്യമന്ത്രി പദത്തിൽ മുൻതൂക്കമെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി നിയമനം റദ്ദാക്കി. ജോത്സ്യൻ റിക്കി റഥൻ പണ്ഡിറ്റ് വെട്രിവേലിനെ നിയമിച്ച ഉത്തരവാണ് റദ്ദാക്കിയത്. നിയമനത്തിനെതിരെ ഇന്ന് സഭയിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. തുടർന്നാണ് നടപടി. ശാസ്ത്ര സത്യങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട സർക്കാർ ജ്യോതിഷിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചതോടെ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് പ്രതിപക്ഷം ചോദിച്ചു. അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും അവർ ആരോപിച്ചു. യുവതലമുറയ്ക്ക് എന്ത് സന്ദേശമാണിത് നൽകുന്നതെന്ന് ചോദിച്ച് വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ കക്ഷികളും ഭരണപക്ഷത്തെ ചില അംഗങ്ങളും ഈ വിഷയത്തിൽ ഉയർത്തിയത്. ഇതോടെ MLA-മാരുടെ ചില അഭിപ്രായങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് നിയമനം റദ്ദാക്കി ഉത്തരവിറങ്ങിയത്. അതേസമയം അദ്ദേഹത്തെ ജോത്സ്യൻ എന്ന നിലയിലല്ലെന്നും അദ്ദേഹത്തെ TVKയുടെ വക്താവ് എന്ന നിലയിലാണ് പരിഗണിച്ചതെന്നുമാണ് TVK വൃത്തങ്ങൾ പറഞ്ഞത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. അതിനുശേഷം ആലോചിച്ച് അഭിപ്രായം പറയുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. മുഖ്യമന്ത്രി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പാണക്കാട് ചേർന്ന ലീഗ് നേതൃയോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രി ആരാണെന്നത് സംബന്ധിച്ച് ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ലീഗ് എടുക്കേണ്ട തീരുമാനങ്ങൾക്കായി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച തീരുമാനമാകാതെ തുടരുന്നതിനിടെ ബെന്നി ബെഹനാൻ MP-യെ തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ. പെരുമ്പാവൂർ മുടിക്കലിൽ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് സംഭവം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായാണ് ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ MP-യെ തടഞ്ഞത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ MP-യുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. തീരുമാനം VD സതീശനെതിരാണെങ്കിൽ സംസ്ഥാനത്ത് കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. അതേസമയം നടന്നത് സൗഹാർദ്ദപരമായ സംഭാഷണമാണെന്നും പ്രവർത്തകർ അവരുടെ വികാരപ്രകടനം നടത്തുക മാത്രമാണ് ചെയ്തതെന്നും ബെന്നി ബെഹനാൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി ആരെന്ന അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ VD സതീശന്റെ വസതിയിലെത്തി നിയുക്ത MLA-മാരായ VE അബ്ദുൽ ഗഫൂറും ഷിയാസ് മുഹമ്മദും. ആലുവ ദേശത്തെ വീട്ടിലാണ് സതീശനുള്ളത്. VD സ്വന്തം മണ്ഡലമായ പറവൂരിലേക്ക് പോകുന്നതിന് മുൻപാണ് മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ സെക്രട്ടറിയും കളമശ്ശേരി മണ്ഡലത്തിലെ MLA-യുമായ അബ്ദുൽ ഗഫൂർ എത്തിയത്. പിന്നാലെയാണ് DCC പ്രസിഡന്റും സതീശന്റെ അനുയായിയും കൊച്ചി മണ്ഡലത്തിലെ MLA-യുമായ മുഹമ്മദ് ഷിയാസും VDയുടെ വീട്ടിലെത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അബ്ദുൽ ഗഫൂർ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മടങ്ങി. ഷിയാസ് VDയുമായി കൂടിക്കാഴ്ച തുടർന്നു.
മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിൽ നിന്ന് വേണമെന്നാണ് ആഗ്രഹമെന്ന് തുറന്നു പറഞ്ഞയാളാണ് മുഹമ്മദ് ഷിയാസ്. ഇതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രി ചർച്ചകൾക്ക് ചൂടുപിടിച്ചത്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തതോടെ കേരളത്തിലും പാർട്ടി വേരൊറപ്പിക്കാനൊരുങ്ങുന്നു. തമിഴ്നാടിന് പിന്നാലെ കേരളത്തിലും രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. വൈകാതെ തന്നെ വിജയ് മക്കൾ ഇയക്കം കേരളത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക യൂണിറ്റുകളായി മാറുമെന്നാണ് ഇവിടെ നേതൃപരമായ പങ്കുവഹിക്കുന്നവർ നൽകുന്ന സൂചന. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ കരുത്തുറ്റ സാന്നിധ്യമാകാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് സംഘടനയുടെ കണക്കുകൂട്ടൽ. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ പുതിയ സംസ്ഥാന കമ്മിറ്റിയും ഉടൻ നിലവിൽ വരും. കടന്നൽ കുത്തേറ്റ് അധ്യാപകൻ മരിച്ചു. ബളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ചാമുണ്ടിക്കുന്നിലെ വിജയൻ മാസ്റ്ററാണ് മരിച്ചത്. ഇന്ന് രാവിലെ തുമ്പോടിയിലെ പറമ്പിൽ നിന്നാണ് കടന്നൽ കുത്തേറ്റത്. പണിക്കാരോടൊപ്പം കാട് വെട്ടിത്തെളിക്കുമ്പോഴാണ് കടന്നൽ കുത്തേറ്റത്. മൺപുറ്റിൽ കൂടുകൂട്ടിയ കടന്നലുകളാണ് കുത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഉടൻ തന്നെ ബന്തടുക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വിജയൻ മാസ്റ്റർ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കെയാണ് മരണം. കൂടെയുണ്ടായിരുന്ന 4 തൊഴിലാളികൾക്കും കടന്നൽ കുത്തേറ്റിട്ടുണ്ട്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.